ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം, സ്വയം പര്യാപ്ത ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ എന്നീ മന്ത്രങ്ങളുമായി രാജ്യം മുന്നോട്ടു പോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ഐക്യം വികസനത്തിൽ സുപ്രധാനമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. പ്രകൃതി ദുരന്തങ്ങളിൽ NDRF, SDRF ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ സേനകളുടെയും പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ചൈനയും വികസന പങ്കാളികളാണെന്ന് ആവർത്തിച്ച് ഇരു നേതാക്കളും. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം, സ്വയം പര്യാപ്ത ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ എന്നീ മന്ത്രങ്ങളുമായി രാജ്യം മുന്നോട്ടു പോകേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 125ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന തീരുമാനം മുറുകെ പിടിക്കണമെന്നും ശുചിത്വത്തിന് ഊന്നൽ നൽകുന്നത് ഉത്സവങ്ങളുടെ ശോഭ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. आने वाले दिनों में बहुत सारे त्योहारों की रौनक होगी. उन त्योहारों में आपको स्वदेशी की बात कभी भी भूलनी नहीं है. उपहार वही जो भारत में बना हो, पहनावा वही जो भारत में बुना हो, सजावट वही जो भारत में बने सामान से हो, और भी ऐसा बहुत कुछ. एक ही मंत्र, वोकल फॉर लोकल. एक ही रास्ता, आत्मनिर्भर भारत. एक ही लक्ष्य, विकसित भारत. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ NDRF, SDRF ഉദ്യോഗസ്ഥർ, സുരക്ഷാ സേനകൾ തുടങ്ങിയവർ നടത്തിയ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ഹൈദരാബാദ് വിമോചനം സാധ്യമാക്കിയ ഓപ്പറേഷൻ പോളോയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു. ഇത് സാധ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ശബ്ദശകലം മൻ കി ബാത്തിൽ അദ്ദേഹം പങ്കുവച്ചു. അടുത്ത മാസം ഹൈദരാബാദ് വിമോചന ദിനം ആഘോഷിക്കുമ്പോൾ ഓപ്പറേഷൻ പോളോയിൽ പങ്കെടുത്തവരുടെ ധീരത രാജ്യം അനുസ്മരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ രാമായണത്തെ ആസ്പദമാക്കി കുട്ടികളുടെ ചിത്രപ്രദർശനം നടന്നത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അവബോധം വളരുന്നത് സന്തോഷകരമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യം വികസനത്തിന് സുപ്രധാനമാണെന്നും അതിൽ കായിക മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ നടന്ന ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. മരപ്പണിക്കാർ, കൽപ്പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, മൺപാത്ര നിർമ്മാതാക്കൾ, ശില്പികൾ എന്നിവർ ഇന്ത്യയുടെ അഭിവൃദ്ധിയുടെ അടിത്തറയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ മൻ കി ബാത്ത് പരിപാടിക്ക് പ്രധാനമാണെന്നും തുടർന്നും അവ പങ്കുവയ്ക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. UPSC പരീക്ഷകളിൽ വിവിധ ഘട്ടങ്ങൾ വിജയിക്കുകയും എന്നാൽ അന്തിമ പട്ടികയിൽ ഇടം നേടാതിരിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രതിഭാ സേതുവിനെ കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. ഈ ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ലഭ്യമാക്കാനും നിയമനം ലഭിക്കാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും. കേന്ദ്ര സർക്കാർ പ്രതിഭാ സേതു സംവിധാനം ആരംഭിച്ചത് ഏറെ പ്രയോജനകരമാണെന്ന് ആറന്മുള സ്വദേശിയും സിവിൽ സർവീസ് പരീക്ഷാ പരിശീലകനുമായ അഖിൽ R. നായർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പ്രതിഭാ സേതു എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ എക്സാമിൻ്റെ എല്ലാ സ്റ്റേജ് ക്ലിയർ ചെയ്തിട്ടും ഫൈനൽ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് കഴിവുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരുടെ സർവീസ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യത്തിന് അവൈലബിൾ ആക്കേണ്ടത് അല്ലെങ്കിൽ അവൈലബിൾ ആക്കി എടുക്കണം എന്നുള്ള തോന്നൽ സർക്കാരിന് വന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ത്യയും ചൈനയും വികസന പങ്കാളികളാണെന്നും ശത്രുക്കളല്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ വാഗ്വാദങ്ങളായി മാറരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ആവർത്തിച്ചു. 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയുടെ ഭാഗമായി ചൈനയിലെ ടിയാൻജിനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഇരു നേതാക്കളും. ഉഭയകക്ഷി ബന്ധങ്ങൾ വർദ്ധിക്കുന്നതിന് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി മോദി എടുത്തു പറഞ്ഞു. കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചതായും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കായ് ചിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി.
ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമാർ സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് പീസ് കമ്മീഷൻ ചെയർമാൻ സീനിയർ ജനറൽ മിൻ ഓങ് ഹ്ലൈനുമായി കൂടിക്കാഴ്ച നടത്തി. അയൽപക്കം ആദ്യം, ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയം എന്നിവയിലൂടെ ഇന്ത്യ മ്യാൻമാർ ബന്ധം മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പങ്കാളിത്തം, പ്രതിരോധം, സുരക്ഷ, അതിർത്തി പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. മ്യാൻമാറിന്റെ വികസന ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയും ശ്രീ മോദി അറിയിച്ചു. ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മാൽഡീവ്സ്, തജിക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ബെലാറസ് എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, ഈജിപ്ത്, നേപ്പാൾ പ്രധാനമന്ത്രിമാർ എന്നിവരുമായാണ് ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സൺ സൈക്കിൾ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനായി സൈക്ലിംഗ് തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് അഹമ്മദാബാദിൽ ഒഗനാജ് അർബൻ ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്തു. പൌരന്മാർക്ക് നൂതന ആരോഗ്യ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് തുരങ്കപാത പ്രതിസന്ധികളെ മറികടന്നുള്ള പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കർണാടകയിലേക്കുള്ള യാത്രാ ദൂരം കുറയുമെന്നും താമരശ്ശേരി ചുരം വഴിയുള്ള യാത്രാ വെല്ലുവിളികൾ അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 8.73 കിലോമീറ്റർ നീളത്തിലാണ് 4-വരി തുരങ്കപാത നിർമ്മിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ ജാഗ്രതയോടെ നിലകൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു. ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുകയാണ്. വീട്ടിലെ കിണറുകളും വാട്ടർ ടാങ്കുകളും ഉൾപ്പെടെ ക്ലോറിനേറ്റ് ചെയ്യുന്നതിൽ എല്ലാവരും മുൻകൈയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ബീഹാറിലെ രാജ്ഗറിൽ നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ജപ്പാനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇന്ത്യയ്ക്കായി മൻദീപ് സിംഗ് 1-ഉം ഹർമൻപ്രീത് സിംഗ് 2 ഗോളുകൾ നേടി. US ഓപ്പൺ ടെന്നീസിൽ പുരുഷ ഡബിൾസിന്റെ ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ യുക്കി ഭാംബ്രി, ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസ് സഖ്യം അമേരിക്കൻ ജോഡിയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യയുടെ അനിരുദ്ധ് ചന്ദ്രശേഖർ, വിജയ് പ്രശാന്ത് സഖ്യം അമേരിക്കയുടെ ക്രിസ്റ്റ്യൻ ഹാരിസൺ, ഇവാൻ കിങ് സഖ്യത്തെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ച് അടുത്ത റൌണ്ടിൽ പ്രവേശിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 7 വിക്കറ്റ് ജയം. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ ടോസ് നേടിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഓഡിറ്റിന്റെയും ആഗോള കൺസൾട്ടൻസികളുടെയും ഭാവി എന്ന വിഷയത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദുബായ് ഘടകം സംഘടിപ്പിച്ച ചടങ്ങിൽ ലോക്സഭാ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ മുഖ്യ അതിഥിയായി. പരമ്പരാഗത ബിഗ് 4 സ്ഥാപനങ്ങളെ നേരിടാൻ സ്വന്തമായി ആഗോള കൺസൾട്ടിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുള്ള സുപ്രധാന പരിപാടിക്കാണ് ദുബായ് ആതിഥ്യം വഹിച്ചത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക സാമ്പത്തിക ത്രികോണത്തെ 21ാം നൂറ്റാണ്ടിലെ വളർച്ചാ ത്രികോണം എന്ന് വിശേഷിപ്പിച്ച ശ്രീ ഠാക്കൂർ അതിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനം എടുത്തു പറഞ്ഞു. അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങളുടെ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചതായി തപാൽ വകുപ്പ്. US-ലേക്കുള്ള മെയിൽ എത്തിക്കുന്നതിന് കാരിയർ സേവനങ്ങൾക്ക് നിലവിൽ കഴിയാത്ത സാഹചര്യവും കൃത്യമായി നിർവചിക്കപ്പെട്ട നിയന്ത്രണ സംവിധാനങ്ങളുടെ അഭാവവും കണക്കിലെടുത്താണ് തീരുമാനം. USA-ലേക്ക് അയക്കുന്ന കത്തുകൾ, രേഖകൾ, $100 വരെ വിലയുള്ള സമ്മാന ഇനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാത്തരം തപാൽ സേവനങ്ങളുടെയും ബുക്കിംഗ് പൂർണ്ണമായും നിർത്തിവെക്കും. സേവനങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായും വകുപ്പ് അറിയിച്ചു. ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 18 ടൂറിസ്റ്റുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തുടനീളം ഡിജി ലോക്കറിലും ഡിസ്ട്രിക്ട് പ്ലാറ്റ്ഫോമുകളിലും 2000-ഓളം ഗവേണൻസ് സേവനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് നാഴികക്കല്ല് പിന്നിട്ട് വിവരസാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഗവേണൻസ് ഡിവിഷൻ. ഇതിലൂടെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പൌരന്മാർക്ക് സർട്ടിഫിക്കറ്റുകൾ, ക്ഷേമ പദ്ധതികൾ, പൌര കേന്ദ്രീകൃത സേവനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം, സ്വയം പര്യാപ്ത ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ എന്നീ മന്ത്രങ്ങളുമായി രാജ്യം മുന്നോട്ടു പോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ഐക്യം വികസനത്തിൽ സുപ്രധാനമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. പ്രകൃതി ദുരന്തങ്ങളിൽ NDRF, SDRF ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ സേനകളുടെയും പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ചൈനയും വികസന പങ്കാളികളാണെന്ന് ആവർത്തിച്ച ഇരു നേതാക്കളും.
വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.